ശ്രീനിയേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമായിട്ടാണ് തോന്നുന്നത്. കാരണം സിനിമകൾ എപ്പോഴും ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ശ്രീനിയേട്ടൻ എഴുതിയിട്ടുള്ള ഏത് സിനിമകളും നമ്മളൊരു 2 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് വൈകുന്തോറും അതിൽ പറഞ്ഞ വിഷയങ്ങളുടെ പ്രസക്തി കൂടിക്കൂടി വരികയും അതിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം നമുക്ക് ഏത് കാലത്തും യൂണിവേഴ്സലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിഷയങ്ങൾ വെച്ച് സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. മലയാളിയെ ഇത്രയധികം രസിപ്പിച്ച, എന്നാൽ മലയാളികളെക്കുറിച്ച് തന്നെ മലയാളികളുടെ പൊതുബോധം, പൊതു സ്വഭാവങ്ങൾ ഇതിനെല്ലാം ഇത്രയധികം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ് ശ്രീനിയേട്ടൻ. അദ്ദേഹം അഭിനേതാവെന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ രചയിതാവെന്ന നിലയിൽ, എല്ലാം നിർമ്മാതാവെന്നുള്ള നിലയിലെല്ലാം പല രീതിയിൽ സിനിമയ്ക്ക് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ജീവിതത്തെയും ഏറ്റവും സരസമായി കാണുകയും നർമ്മത്തിലൂടെ കാര്യങ്ങൾ പറയുകയും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നർമ്മം അവതരിപ്പിക്കാൻ അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനുൾപ്പെടുന്ന ഒരു തലമുറ ഒരുപക്ഷെ നർമ്മത്തിൻ്റെ ഏറ്റവും രസകരമായ വഴികൾ കണ്ടതും മനസ്സിലാക്കിയതുമെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. ഇനിയിപ്പം പലരും പറയുന്ന പോലെ അദ്ദേഹം നമ്മളുടെ ഇടയിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം എഴുതിയ സിനിമകളും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളും എല്ലാം മലയാളി ഉള്ള കാലത്തോളം ഓർക്കുന്നതും അത്രയും ബലമുള്ളതുമാണ്. വലിയ വിഷമമുണ്ട്. ഒപ്പമായിരുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും അതിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. ഈ കാലാതീതമായി നിൽക്കുന്നു എന്നുള്ളതിനപ്പുറം അതിന്റെ പ്രസക്തി കൂടുന്നുണ്ട്. അതിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും 10, 30, 40 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴും അതിനൊന്നും വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ നാട്ടിൽ തുടരുന്നുണ്ട്. അപ്പം അന്നേ അദ്ദേഹം അത് അത്ര ദീർഘവീക്ഷണത്തോടെ കണ്ട് ഈ പറയുന്നതല്ല, നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനും എന്നൊക്കെ മലയാളികൾ ഉപയോഗിച്ചു കൊടുക്കുന്ന വാക്കുകൾ, ഈ ചിരിയോടൊപ്പം അദ്ദേഹം ഇത്ര ചിന്ത വലിയ സർക്കാസമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കണ്ടപ്പോഴാണ് ഉണ്ടായത്. ഞാൻ 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വർത്തമാനം പറയുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും എൻ്റെ പരിപാടികൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മയില്ല, ഒരുപാട് ഓർമ്മകളാണ് ഈ സമയത്ത് വരുന്നത്. ആയിക്കോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.